ഇനി രൂപവും ഭാവവും ഒന്നും ഞാൻ നോക്കുന്നില്ല. ജൂലിയറ്റിന്റെ കഥാപാത്രം അവതരിപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് വരാം. സർ, എനിക്ക് താല്പര്യമുണ്ട്. ജൂലിയറ്റിനെ ഞാൻ അവതരിപ്പിക്കാം. യെസ്. എന്റെ പെർഫോമൻസ് കണ്ടാ പിന്നെ ഇതില് ഞാൻ തന്നെ നായികയാവണമെന്ന് സാറ് തന്നെ നിർബന്ധിക്കും. അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. കോൺഫിഡൻസ് ഒക്കെ നല്ലത് തന്നെയാണ്. ആദ്യം കുട്ടിയൊന്ന് അഭിനയിച്ച് കാണിക്ക്. അതിനുശേഷം നിനക്ക് പറ്റിയ കഥാപാത്രം ഏതാണെന്ന് ഞാൻ തീരുമാനിക്കാം. ശരി, അഭിനയിച്ചോളൂ. എന്റെ ജീവന്റെ ജീവനായ റോമിയോ, എന്റെ ജീവിതത്തിൽ ഇനിയുള്ള 100 വർഷങ്ങൾ നിനക്കായി ഞാൻ അർപ്പിക്കുന്നു. അല്ലല്ല, അർപ്പിക്കുകയാണ്. നീ എന്നെ വിട്ടു പോയാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. അല്ല, ഉണ്ടാവുകയില്ല. നിന്നെ വിട്ട് പിരിയേണ്ടി വന്നാൽ ഞാൻ എന്റെ പ്രാണൻ, ജീവൻ. സർ, ഞാൻ ഒരിക്കൽ കൂടി ട്രൈ ചെയ്യൂ. ശരി. റോമിയോ, the soul of my life. എന്റെ അല്ല, നിന്റെ 100 വർഷമുള്ള ജീവിതം ഇനി നിന്റെ സ്വന്തം. നീ ഇല്ലാതായ പിന്നെ I am finished. Even if I have to leave this world, I'll be a star in the sky. ഒന്ന് നിർത്തുകൂട്ടി. തന്റെ പേര് ഷേക്സ്പിയർ എന്നൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നീ നാടകം ഒന്ന് മാറ്റി എഴുതണ്ട. അതിലെഴുതിയ സംഭാഷണങ്ങൾ കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞാ മതി. ഞാൻ കംഫർട്ടബിൾ ആവുന്നത് ഇംഗ്ലീഷ് പറയുമ്പോഴാ. ഞാൻ ഏത് ഭാഷ പറഞ്ഞാലും അതിൽ ഇംഗ്ലീഷ് കയറി വരും. ഷേക്സ്പിയർ ഇംഗ്ലീഷിൽ എഴുതിയ നാടകമല്ലേ? കുറച്ച് ഇംഗ്ലീഷ് കയറി വന്നെന്ന് വെച്ച് അതിലെന്താ കുഴപ്പം? ഇംഗ്ലീഷിൽ പറയുന്നതിൽ തെറ്റുണ്ടോ ഗായ്സ്? ഈ കുട്ടി, അത് ശരിയാവില്ല. ഇത് മലയാള നാടകമാണ്. നല്ല ശുദ്ധമായ മലയാളത്തിൽ മാത്രമേ നാടകം അവതരിപ്പിക്കാൻ പാടുള്ളൂ. എന്റെ ജൂലിയറ്റിനെ നിന്നിലൂടെ എനിക്ക് കിട്ടി. സാറിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പരമാവധി ശ്രമിക്കും സർ. ജൂലിയറ്റ് ഓക്കെ, ഞാൻ സംതൃപ്തനാണ്. പക്ഷേ നിന്റെ കൂടെ നിന്ന് നാടകം പരിപൂർണമാക്കാൻ ഒരു റോമിയോ കൂടി വേണമല്ലോ. അതില്ലെങ്കിൽ നാടകം തീർന്നു. ഇവിടെയുള്ള ആരെയും സാറിന് തൃപ്തിയായില്ലെങ്കിൽ ഞാനൊരു കൈ നോക്കട്ടെ സാർ. വീട്ടിലെ വേലക്കാരി നായികയായിട്ട് അഭിനയിക്കുമ്പോ സാറിന് അവളുടെ നായകനാകണമെന്ന് പറയാൻ ലജ്ജ തോന്നില്ലേ? ഇത്രയും ചീപ്പായിട്ടുള്ള പണിക്കൊന്നും പോണ്ട കാര്യമില്ല സർ. എനിക്കിതൊന്നും കണ്ടു നിൽക്കാനും പറ്റില്ല. മടി. കല്യാണി ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട. നീ നന്നായിട്ട് അഭിനയിച്ചതിന്റെ അസൂയ സഹിക്കാതെ ഇറങ്ങിപ്പോയതാ. സാർ, നിഷാന്ത് ഇപ്പൊ ഇവിടെ ഇല്ല. അവനുണ്ടെങ്കിൽ അവൻ കറക്റ്റായിട്ട് റോമിയോ അവതരിപ്പിക്കും. അവനൊരു ചാൻസ് കൊടുക്കണം സാർ. അവനൊരു നല്ല നടനാണ്. നിശാന്തോ നാശം. ഞാനിവിടെ ഉള്ളപ്പോ കല്യാണിയുടെ കൂടെ അവൻ റോമിയോട്ട് അഭിനയിച്ച എനിക്കത് കണ്ടിരിക്കാനാവില്ല.
പൊന്നോളെ, എന്തിനാ വിളിപ്പിച്ചേ? എന്തോ അത്യാവശ്യ കാര്യം പറയാനാണെന്ന് പറഞ്ഞു. എന്നിട്ടൊന്നും പറയുന്നില്ലല്ലോ. പറയാം. എല്ലാവരും ഒന്ന് വന്നോട്ടെ. ഇതെല്ലാവരും അറിയേണ്ട കാര്യമാ. ഇന്നെന്താ എല്ലാരും കൂടി ഒരു യോഗം? സാധാരണ ഇങ്ങനൊരു യോഗം പതിവില്ലല്ലോ. രമ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയല്ലേ പതിവ്? ഇപ്പൊ ഞാൻ പതിവ് തെറ്റിക്കുക. കാര്യം ഇതെല്ലാവരും അറിഞ്ഞെടുക്കേണ്ട തീരുമാനമാണ്. മാത്രമല്ല, എല്ലാവരും അറിഞ്ഞിട്ട് നടത്തണമെന്നത് നമ്മുടെ വീട്ടിലെ ചിലരെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അല്ല, അമ്മ കാര്യമൊന്നും പറഞ്ഞില്ല. പറയാം. ഇനിയും ആളുകൾ വരാനുണ്ടല്ലോ. ഐശ്വര്യലക്ഷ്മി, അമ്മ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു? ഇത്രയും നാള് ഞാൻ ക്ഷമയോടെ കാത്തിരുന്നില്ലേ? എനിക്ക് വേണ്ടി കുറച്ച് സമയം കാത്തിരിക്കാൻ ആർക്കും വയ്യേ?